കേരളത്തിൽ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ എങ്കിലും നിരവധി ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സ് കവർന്നിരിക്കുകയാണ് UDF സർക്കാരും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമൊക്കെ എന്ന് വാർത്തകളുണ്ട്. പക്ഷേ ഇത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി CP ജോൺ KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നും ആവർത്തിച്ചിരുന്നു. ഇതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപക അഴിച്ചുപണിയാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്താൻ ഒരുങ്ങിയത്. അതിന്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ DGPക്ക് അദ്ദേഹം നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില മെച്ചപ്പെടുത്താനും സംസ്ഥാനത്ത് മയക്കുമരുന്ന് അതുപോലെയുള്ള രാസലഹരി പോലെയുള്ള വസ്തുക്കൾ ഇല്ലാതെയാക്കാനും അത്തരം മാഫിയക്കാരെ അകത്താക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാനെ പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതുമാണ്. ഇത്തരത്തിൽ ഓരോ വകുപ്പിലും കൃത്യമായ അഴിച്ചുപണികളും ഇടപെടലുകളും നടത്തേണ്ടതുണ്ട് എന്നാണ് മന്ത്രിമാർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നത്. കാരണം 2 ടേൺ ഈ കേരളത്തിലെ എല്ലാ വകുപ്പുകളും ഭരിച്ച് എല്ലാം കുത്തഴിഞ്ഞ രീതിയിലാണ്. കൃത്യമായി ഒരു ഏകോപനവും ഒരു വകുപ്പിലും നടന്നിട്ടില്ല എന്നും UDF നേതാക്കൾ പരാതി പറയുന്നു. ഇവിടെ ജനങ്ങളിലേക്ക് എത്തേണ്ട പല പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ്. ആരോഗ്യരംഗത്തെ പല മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറയാനേ ഇല്ല. വിദ്യാഭ്യാസം എന്നത് വിദ്യാഭ്യാസമായിരുന്നു ഈ 10 കൊല്ലം. അത് നേരെയാക്കിയെടുക്കുക എന്നത് അത്യന്തം ശ്രമകരമായ ജോലിയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് UDFലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തേണ്ടത്. എത്രയും പെട്ടെന്ന് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ കൃത്യമായി നിയമിച്ച് നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് മുഖ്യമന്ത്രി VD സതീശൻ എല്ലാ മന്ത്രിമാർക്കും വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ട് കേരളം വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക സഹായത്തെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ച് എത്രയും വേഗം ഇത് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് UDF വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവർക്ക് അഹോരാത്രം ജോലി ചെയ്യേണ്ടി വരും. എല്ലാം നശിപ്പിച്ച് ഒരു പരുവമാക്കിയിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. അത് തുടക്കത്തിലെ മുതൽ അടുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല എന്ന് മന്ത്രിമാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ സഹകരണത്തോടെ, ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ, പൊതുസമൂഹത്തിന്റെ സഹകരണത്തോടെ അതൊക്കെ സാധ്യമാകും എന്ന് തന്നെയാണ് VD സതീശനും കൂട്ടരും പ്രതീക്ഷിക്കുന്നത്. 3 മാസത്തിനകം തന്നെ കൃത്യമായ പദ്ധതി പ്ലാനുകൾ നടത്തി എല്ലാ വകുപ്പുകളിലും കൃത്യമായ ഏകോപനം നടത്തി കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വകുപ്പുകളെ മാറ്റിയെടുക്കണം. പ്രത്യേകിച്ചും റവന്യൂ, പഞ്ചായത്ത് വകുപ്പുകളിൽ വ്യാപകമായ ഇടപെടലാണ് CPM നേതാക്കളടക്കം നടത്തിയത്. അനർഹമായ പല ആനുകൂല്യങ്ങളും പലരും നേടിയെടുക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെതടക്കമുള്ള പല ആനുകൂല്യങ്ങളും CPM നേതാക്കൾ തട്ടിയെടുക്കുകയായിരുന്നു എന്ന പരാതിയും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ കൃത്യമായി ഇടപെട്ട് തിരിച്ചു പിടിക്കുന്നതിനും അതുപോലെ വേണ്ടപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമുള്ള ശ്രമങ്ങൾ 3 മാസത്തിനകം തന്നെ തുടങ്ങുമെന്നും അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും VD സതീശൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ജനങ്ങളും എല്ലാവരും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന അപേക്ഷയാണ് UDF വൃത്തങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. തീർത്തും ശ്രമകരമായ ജോലിയാണ്. പൊളിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ഒരു കെട്ടിടത്തെ നേരെയാക്കിയെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്പം ദുഷ്കരം തന്നെയാണ്.